ഇയാൾക്ക് കേട്ടവാദന വന്നിട്ട് ഭാര്യയോട് അല്ലെങ്കിലോ പോകാൻ ഇയാൾക്ക് സമ്മതമില്ലായിരുന്നു. ഭാര്യ നിർബന്ധിച്ചവൻ പോയതാ. ഇപ്പോൾ കിട്ടിയ മറുപടിയോ 100 കലക്കി കൊടുക്കാനാണ്. 100 എന്ന് പറഞ്ഞാൽ നമ്മളെ മുറുക്കാനിന് കൂട്ടുന്ന ചുണ്ണാമുണ്ടല്ലോ, ആ 100 മൂപ്പര് മനസ്സിലാക്കിയത്. എന്നിട്ട് പറഞ്ഞോളെ, അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോകുന്നില്ലെന്ന്. ഏതായിരുന്നാലും എന്റെ ഔലിയാപ്പ പറഞ്ഞേ 100 കലക്കി കുടിക്കാനാണ്. പെണ്ണ് വിട്ടില്ല. ഔലിയാപ്പാപ്പ പറഞ്ഞ് 100 കലക്കി കുടിക്കാനാണെങ്കിൽ അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാകും. നിങ്ങൾ ഇബ്രാഹിം കുട്ടി മഖ്ദൂമിന്റെ അടുക്കലേക്ക് പോയിക്കോളൂ, പൊന്നാനിയിലെ ഇബ്രാഹിം കുട്ടി മഖ്ദൂമിന്റെ അടുക്കലേക്ക് പോകൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നു. ഞാൻ ഇങ്ങനെ പോയപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു 100 കലക്കി കൊടുക്കാൻ. ഉടനെ പറഞ്ഞു, മോനെ അത് സൂറത്തു നൂർ എഴുതി കുടിക്കാനാ പറഞ്ഞത്. അണ്ട സൂറത്തു നൂർ എഴുതി കുടിക്കാനാ പറഞ്ഞത്. അപ്പൊ 100 കലക്കി കുടിക്കാന്ന് മൂപ്പര് വിചാരിച്ച് വെത്തില അടക്ക ചുണ്ണാമ്പ് എന്ന് പറഞ്ഞാൽ 100 ആ 100 മൂപ്പര് മനസ്സിലാക്കിയത്. ഇതുകൊണ്ടാണ് ഔലിയാക്കളുടെ വർത്തമാനങ്ങൾ അബൂയദീൻ ബിസ്താമിയെ പോലെയുള്ള മഹത്തുക്കൾ പറഞ്ഞു, അത് ഏതുപോലെ ഉണ്ടാകും. അറിയാത്ത ഔലിയാക്കളെ സംബന്ധിച്ചും അവരുടെ മർത്തബകളും അവരുടെ വർത്തമാനങ്ങളും അറിയാത്ത ആളുകൾ എന്തെങ്കിലും സംസാരിച്ചു പോയാൽ ഏതുപോലെ ഇരിക്കും. അവർ പറഞ്ഞു, അത് നല്ല വിശപ്പുള്ള ഒരു വ്യക്തി, മഹാന്മാർ പറയാൻ നല്ല വിശപ്പുള്ള ഒരു വ്യക്തി, അയാൾക്ക് പത്തിരി കിട്ടി. പത്തിരി എങ്ങനെയുള്ളതാണ്? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പത്തിരി, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പത്തിരിയാണ്. അതാണ് അയാൾ കടിക്കാൻ പോകുന്നത്. പല്ലോ മെഴുകുകൊണ്ടുണ്ടാക്കിയതാണ്. മെഴുകുകൊണ്ട് നിർമ്മിച്ച പല്ലുകൊണ്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പത്തിരി തിന്നുന്ന അവസ്ഥയായിരിക്കും ഔലിയാക്കന്മാരുടെ വർത്തമാനം അറിയാത്ത ആളുകൾ പറഞ്ഞുണ്ടാവുക. അതവിടെ വഹാബികൾക്ക് പറ്റിയത്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ യാ ഗൗസുൽ അഅ്ലം എന്നല്ലാ വിളിച്ചോവർ കോഴിയുടെ മുള്ളോട് കൂകന്നേ ചൊന്നാരെ കൂശാതെ കൂകിപ്പറപ്പിച്ചു വിട്ടോവർ. ഇതൊക്കെ ഔലിയാക്കളെ സംബന്ധിച്ച് മഹാനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് നന്നായി കിതാബുകളിൽ നിന്ന് എടുത്തു ഉദ്ധരിച്ചു തന്നപ്പോൾ അത് പലർക്കും ദഹിച്ചില്ല. എന്താണ് ആ പറഞ്ഞ വർത്തമാനം? എന്താണ് അത്? അത് ഖുർആനിനോടും ഹദീസിനോടും യോജിക്കാത്തതുണ്ടോ? ഇല്ല. ഖുർആനിനോടും ഹദീസിനോടും വിരുദ്ധമായ ഒരു സംഗതിയും മാലയിലോ മൗലിദിലോ ഒന്നുമില്ല. അത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ അത് അറിയാത്ത ആളുകൾ അർത്ഥം കണ്ടപ്പോൾ, അർത്ഥം പറഞ്ഞപ്പോൾ മെഴുകുകൊണ്ട് നിർമ്മിച്ച പല്ലുകൊണ്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പത്തിരി കടിച്ച പോലെയായി. പല്ലങ്ങ് പൊട്ടിപ്പോകുന്നല്ലാതെ വിശപ്പടങ്ങൂല, പത്തിരി പൊട്ടൂല, പൊടിയൂല. അതുകൊണ്ട് തന്നെ ഔലിയാക്കളുടെ ചില പ്രയോഗങ്ങളുണ്ട്, ഔലിയാക്കന്മാരുടെ ജീവിത അവസ്ഥകളുണ്ട്. അതിനാൽ സാധാരണക്കാരായ ആളുകൾ നമ്മുടെ ശരീരം എങ്ങനെ വലുതും പെട്ടാൽ അവരെ അനുകരിക്കാനോ അവരെ പിന്തുടർന്ന് നിസ്കാരം ഒഴിവാക്കാനോ അല്ലെങ്കിൽ ജുമയിൽ പങ്കെടുക്കാതിരിക്കാനോ അന്യ പെണ്ണുങ്ങളുമായി ബന്ധപ്പെടാനോ ഒന്നും നാം അത് മാതൃകയാക്കിക്കൂടാ. എന്നാൽ അവരെ തെറി പറയാനോ അവരെ ആക്ഷേപിക്കാനോ നമ്മൾ പോകണ്ട. അവർ നിസ്കരിക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഖല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവരെ കൈപിടിപ്പൻ ഞാനെന്ന് ചൊന്നോവർ. ഖല്ലാജ് എന്ന് പറയുന്നൊരു വലിയ മഹാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ശരീഅത്തിന് യോജിക്കാത്തൊരു വർത്തമാനം അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്നുപോയി. അന്നത്തെ കോടതി, ഇസ്ലാമിക കോടതി ഖാദിയുടെ മുമ്പിൽ അതേ ശരീഅത്തിന്റെ ളാഹിർ അനുസരിച്ച് അത് പാടില്ലാത്തതാണ്. അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഒരു മുസ്ലിമിൽ നിന്നുണ്ടായാൽ ഇസ്ലാമിക കോടതിയിൽ അയാളെ വിചാരണ ചെയ്തുകൊണ്ട് ബോധ്യപ്പെട്ടാൽ കൊല ചെയ്യപ്പെടണമെന്നാണ് നിയമം. എന്നതിനാൽ ഖല്ലാദിനെ അന്നത്തെ കോടതി കൊല്ലാൻ വിളിച്ചു കൊന്നുപോയി. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നു, അതേ ഖല്ലാദി ആ പദപ്രയോഗം നടത്തിയത് ശരീഅത്തിന് വിരുദ്ധമായിട്ടല്ല. അത് ഖല്ലാദിന്റെ പ്രത്യേകമായ അവസ്ഥയിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു പദപ്രയോഗമാണ്. അദ്ദേഹത്തിന്റെ ഹാലും അദ്ദേഹത്തിന്റെ ഭർത്തതയും അറിയുന്നവർക്ക് അറിയാം അത് പാപമല്ല, അതൊരു കുറ്റമായി കാണേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഏതെങ്കിലും നിസ്കരിക്കാത്ത അല്ലെങ്കിൽ അതുപോലെ ഫർളായ കാര്യങ്ങൾ ഒഴിവാക്കുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ
അയാളെ സംബന്ധിച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ അനുകരിക്കാൻ നമുക്കൊരു നിർവാഹവുമില്ല. ശരീഅത്തിന്റെ വ്യക്തമായ നിയമങ്ങൾ കൈവെടിയാൻ നമുക്ക് ഒരു വിടുതിയുമില്ല. അതേസമയം അവരെ തെറി പറയാനോ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയാനോ അവർ നമുക്ക് കഴിയുന്നില്ല, അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നമ്മുടെ ആലിമീങ്ങളുണ്ടല്ലോ, നമ്മുടെ സാദാത്യങ്ങളുണ്ടല്ലോ. നിങ്ങളൊന്ന് മർക്കസിലേക്ക് പോകൂ, അതുപോലെ ഒന്ന് ഒടുക്കങ്ങളിലേക്ക് പോകൂ, അതുപോലെ മഅദിനിലേക്കൊന്ന് ചെല്ലൂ. ഒഴിവു സമയം പോലെ നമ്മുടെ സാദാത്യങ്ങളും ആലിമീങ്ങളും അങ്ങനെയുള്ള മഹത്തുക്കടുക്കൽ ചെന്നിട്ടൊന്ന് പറയൂ, ഉസ്താദേ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ തരണം. ഒരു ദിക്റിന്റെ ഇജാസത്ത്, അതുപോലെ തന്നെ ഒരു സ്വലാത്തിന്റെ ഇജാസത്ത്, അത് അവരിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ ഇവിടെ വന്നുപോയ പേരോട് ഉസ്താദിന്റെ അടുക്കൽ ഞാൻ ഒന്ന് രണ്ടു തവണ മറ്റുള്ള സാധാരണക്കാരെ കൂടെ തന്നെ പോയിട്ടുണ്ടായ അനുഭവമുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ഒഴിവു സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. ഓരോരുത്തരും വന്ന് ഓരോ സംഗതി പറയുമ്പോൾ ചൊല്ലാൻ പറഞ്ഞാൽ കേട്ടാൽ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഓർമ്മയിൽ നിൽക്കാത്തവർക്ക് എഴുതി വെച്ചത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു കൊടുക്കുന്നു. അത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് മഹാന്മാരിലൂടെ, ഹദീസിലൂടെ, അതുപോലെ ഖുർആനിലൂടെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഓർമ്മപ്പെടുത്തും, നമ്മുടെ ഉസ്താദന്മാരും നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന സാദാത്യങ്ങളും തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് യമലുൽ യൂസൈൻ കോയത്തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അദ്ദേഹം നേതൃത്വം നൽകുന്ന പല പരിപാടികളിലും സാധുവായ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ദർസ് നടത്തുന്ന ചെലൂരിൽ മാസാനം നടക്കുന്ന കുതുബിയത്ത്, അതിന്റെ വാർഷിക പരിപാടിയൊക്കെയും നാം അറിയേണ്ടതാണ്, അറിഞ്ഞവരുമായിരിക്കും. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ നേരിട്ട് നടത്തുന്ന അവിടുത്തെ സമീപത്തേക്ക് വരുന്ന ആളുകൾക്ക് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് അവരെ രോഗം സുഖപ്പെട്ടാൽ, കാര്യം നേടിക്കഴിഞ്ഞാൽ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ നേർച്ചയാക്കപ്പെടുന്ന ആടുകൾ ഞാൻ കുറെ മുമ്പാണ് ബന്ധപ്പെട്ടത്. അന്ന് തന്നെ ഒരു മാസത്തിൽ 20ഉം 30ഉം ഒക്കെ ആടുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ 50 അതിലേറൊക്കെയായി എന്നാ പറയുന്നത്. എങ്ങനെയാണ്? നേർച്ചയാക്കിയിട്ട് ആ കാര്യം നടന്നാലേ ആടിനെ കൊണ്ടുവരികയുള്ളൂ. അങ്ങനെ കൊണ്ടുവരുന്ന ആടാണ് 50ഉം ഒക്കെ. ആടിനോടനുബന്ധിച്ചുകൊണ്ട് ഈ വർഷം 170 അല്ലെ 180ഓളം ആട്, അതിൽ 120 മറ്റോ അറുത്തു, അവിടെ ഭക്ഷണമാക്കി. ഇതൊക്കെ എപ്പത് വന്നപ്പോഴാണ് അതിന്റെ ഒരു മണം കിട്ടിയത്. അപ്പോ ഇത് ആടായിക്കൊള്ളണമെന്നില്ല, ഞാൻ ആരും പരാതിപ്പെടണ്ട. ഇവിടെ നമ്മളാരും അങ്ങ് നേർച്ചാക്കി ആടിനെ കൊണ്ടുകൊടുത്തിട്ടില്ലല്ലോ. കൊണ്ടുകൊടുത്താൽ തങ്ങൾ അറുത്തിട്ട് അത് നമുക്ക് നേർച്ചയാക്കി നമുക്ക് ചോറുമാക്കി തരും. അതേസമയം അവിടെ നേർച്ചയായി കിട്ടുന്ന, അവിടെ വലിയ ചെലവൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയുള്ള ദറസൊക്കെ സയ്യിദ് അവർകൾ നേരിട്ട് ഈ തങ്ങളുപ്പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പേരിൽ തന്നെ, ജമലുല്ലൈലി ദറസാണ് അതിന്റെ പേര് തന്നെ, ആ പേരിൽ നടക്കുന്ന, അത് മഹാനവരുടെ കറാമത്താണ്. കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരു ചെലവില്ലെന്നാണ് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞത്. ഒരു ചെലവും കമ്മിറ്റി ഭാരവാഹികൾക്കില്ല. അപ്പൊ നമുക്ക് തോന്നുന്നുണ്ടാകും തരക്കേടില്ലെന്ന തങ്ങളെ നമുക്ക് മുദ്രിസായി വിളിച്ചാല് മാന്യമായി ദർസ് നടത്താമല്ലോ, കാരണം ചെലവൊക്കെ തങ്ങൾ വഹിച്ചോളല്ലോ. എന്താണ്? അതൊക്കെ സയ്യിദ് അവരുടെ കറാമത്താണ്, മഹാനവരുടെ ഉപ്പാപ്പയുടെ കറാമത്താണ്, ഉപ്പാപ്പയുടെ കറാമത്താണ്. അവിടെ വരുന്ന വരുമാനത്തിന്റെ ആ നേർച്ച കിട്ടുന്നതിന്റെ ഒക്കെയും വിഹിതമാണ്. എന്നാ കേൾക്കണം നിങ്ങൾക്ക്, ഈ നേർച്ചയായി വരുന്ന ആടിനെ അങ്ങനെ ഒരു ചെലവിലേക്ക് വിൽക്കാൻ വേണ്ടി വെക്കാറില്ല. അത് ഓരോ കുതുബിയത്തിനും അറുത്ത്, നമുക്കൊക്കെ അത്ര ആട്ടിറച്ചി കിട്ടുന്ന ഒരു ബിരിയാണി ഒരു കല്യാണത്തിന് പോയാലും കിട്ടൂല. ആദ്യം കിട്ടുന്ന 1-2 പീസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറ് മാത്രമേ കിട്ടുള്ളൂ, ഇറച്ചി കിട്ടുമോ ഇഷ്ടം പോലെ. എന്നാൽ ഒരാൾക്ക് കഴിക്കാവുന്നതിലധികം മാംസത്തിന്റെ പീസുകൾ അടക്കമുള്ള അതൊക്കെ എന്താണ്? വലിയ അനുഭവങ്ങളാണ്. വർഷത്തിൽ ആണ്ട് ദിവസത്തിൽ കുതുബിയത്തിന്റെ വാർഷിക പരിപാടിയിൽ 100 ചില്ലറ ആടിനെ അറുത്ത് എല്ലാവർക്കും തബറുക്ക് വിതരണം ചെയ്തതിന്റെ ബാക്കി 50 അല്ലെങ്കിൽ അതിലെ ഏറെയോ ആടുകളെ അവിടെയുള്ള സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്ത് അതുമായി അവർ കുടുംബജീവിതം നടത്തുകയാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള നമ്മുടെ സാദാത്യങ്ങൾ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളൊക്കെയുണ്ട്. അവരുടെയൊക്കെ
അടുക്കലേക്ക് നമുക്ക് പോകാമല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാമല്ലോ. പിന്നെ എന്തിന് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത നമ്മുടെ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിനെയും ആക്ഷേപിച്ച് അത് ഉൾക്കൊള്ളുകയോ അല്ലെ അതിനെ അംഗീകരിക്കുകയോ ചെയ്യാതെ ചീത്ത പറയുന്ന ആളുകൾ തന്നെ സമീപിക്കാൻ പോകുന്നു? ഈമാൻ കൊള്ളയടിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു ത്വരീഖത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ